മനഃശാസ്ത്ര അറിവുകൾ. മണ്ടത്തരങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാൾ ഉപബോധമനസ്സിൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മുഖത്തിന്റെ ഇടതുവശം വലതുവശത്തേക്കാൾ കൂടുതൽ പ്രകടമാണ്. ശക്തമായ കുറ്റബോധമുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ ചിന്തകളും വികാരങ്ങളും നന്നായി മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒടുവിൽ ഒറ്റപ്പെടുന്നു. ക്ഷീണിതനായിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ സൃഷ്ടിപരമായി പ്രവർത്തിക്കുന്നു. മനസ്സിലെ വേദന 70% സ്ത്രീകളും നിശബ്ദമായാണ് പ്രകടിപ്പിക്കുന്നത്. സ്ത്രീകളുടെ ബ്രെയിൻ വിവരങ്ങളും ചിന്തകളും പ്രോസസ് ചെയ്യുന്നതിൽ പുരുഷന്മാരുടെ ബ്രെയിനിനേക്കാളും വേഗതയുണ്ട്. സ്ത്രീകൾ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കാൻ ഏകദേശം 1 വർഷം ചെലവഴിക്കുന്നു. ആത്മാർത്ഥമായി ജീവിക്കുക. നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതം ജീവിച്ച് അത് പാഴാക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സാഹസികത നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ജീവിതം നയിക്കുക എന്നതാണ്. ഏതെങ്കിലും പ്രധാനം അർഹിക്കുമ്പോൾ സാധ്യത നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ പോലും നിങ്ങൾ അത് ചെയ്യും. വിജയം എന്നത് നിങ്ങൾക്ക് എത്ര പണം സമ്പാദിക്കാൻ കഴിയുമെന്നതല്ല, മറിച്ച് ആളുകളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റമാണ്. ഒരു ഇറുകിയ പെട്ടിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരേയൊരു മാർഗം നിങ്ങളുടെ വഴി കണ്ടുപിടിക്കുക എന്നതാണ്. മനഃശാസ്ത്ര അറിവുകൾ. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി ആയിരിക്കും ആ ദിവസത്തെ നിങ്ങളുടെ സന്തോഷത്തിനോ സങ്കടത്തിനോ കാരണക്കാരൻ. 90% ആളുകളും നേരിട്ട് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് മെസ്സേജിലൂടെ അറിയിക്കും. ചില ആളുകൾ അമിതമായി സന്തോഷിക്കാൻ ഭയപ്പെടുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കും എന്ന ചിന്തയുള്ളതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഭയപ്പെടുന്നത്. 81% ആളുകളും അവരുടെ ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സംഗീതത്തിനെ ആശ്രയിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോട് സ്നേഹത്തോടെ പെരുമാറുന്നത് നിങ്ങൾ ഫേക്ക് ആയതുകൊണ്ടല്ല, മറിച്ച് ആ വ്യക്തിയെ സഹിക്കാനുള്ള പക്വത നിങ്ങൾക്കുള്ളതുകൊണ്ടാണ്. ഒരു സ്ത്രീ നിങ്ങളോട് നിരാശയോ അസ്വസ്ഥതയോ കാണിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളോട് താൽപര്യം കുറഞ്ഞു തുടങ്ങി എന്നാണ്. ഉയർന്ന ഐക്യു ഉള്ള സ്ത്രീകൾക്ക് ഇണയെ കണ്ടെത്തുന്നത് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. തെറ്റായ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് പകരം അവർ അവിവാഹിതരായി തുടരാൻ ഇഷ്ടപ്പെടുന്നു. പുരുഷന്മാരേക്കാൾ ശരാശരി 20% സ്ത്രീകളിൽ നിറങ്ങളിലെയും ആകൃതിയിലെയും വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുന്നു. ഭൂരിഭാഗം സ്ത്രീകളും സുഖസൗകര്യങ്ങളേക്കാൾ സ്റ്റൈലാണ് തിരഞ്ഞെടുക്കുന്നത്. സ്ത്രീകൾ തങ്ങളുടെ പ്രശ്നങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവച്ചില്ലെങ്കിൽ സമ്മർദ്ദത്തിലാവും. നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയ പേരന്റ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ കള്ളം പറയാനുള്ള സാധ്യത കൂടുതലായിരിക്കും. നിങ്ങളുടെ കുട്ടിയുടെ അഭിപ്രായങ്ങൾ എപ്പോഴും എതിർക്കുന്ന പേരന്റ് ആണെങ്കിൽ ആ കുട്ടി ധൈര്യമില്ലാത്തവനാകും. നിങ്ങളുടെ കുട്ടിക്ക് പ്രോത്സാഹനം ലഭിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ ആത്മവിശ്വാസം ഇല്ലാതെയാകും. നിങ്ങളുടെ കുട്ടി ദുർബലനാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കുട്ടിയോട് മനസ്സ് തുറന്ന് ഒന്നും സംസാരിക്കാറില്ല എന്നാണ്. നിങ്ങൾ കുട്ടിയെ എപ്പോഴും ഉപദ്രവിക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ ആ കുട്ടി മറ്റുള്ളവരെയും ഉപദ്രവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സ്ത്രീകളുടെ മനഃശാസ്ത്രം. സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം പലിശമായ ശബ്ദമുള്ള പുരുഷന്മാരെയാണ്. സ്ത്രീകൾ കള്ളം പറയുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ്. സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 40% സ്ത്രീകളും കാമുകനെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. മിക്ക സ്ത്രീകളും തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ സമയമെടുക്കും, പക്ഷേ അതിൽ ഉറച്ചുനിൽക്കാൻ സാധ്യതയുണ്ട്. 80% സ്ത്രീകളും ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഓരോ സ്ത്രീയുടെയും വിജയം മറ്റൊരാൾക്ക് പ്രചോദനമാകണം. പരസ്പരം പ്രോത്സാഹിക്കുമ്പോഴാണ് നമ്മൾ ശക്തരാകുന്നത്. നിങ്ങൾ കൂടുതൽ പഠിക്കുന്തോറും കൂടുതൽ സമ്പാദിക്കുന്നു. ജീവിതത്തിൽ ചില പരാജയങ്ങൾ അനിവാര്യമാണ്.
എന്തെങ്കിലും പരാജയപ്പെടാതെ ജീവിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. നിങ്ങൾ വളരെ ജാഗ്രതയോടെ ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വതവേ പരാജയപ്പെടും. നമ്മൾ മറ്റൊരാൾക്കോ മറ്റേതെങ്കിലും സമയത്തിനോ വേണ്ടി കാത്തിരുന്നാൽ മാറ്റം വരില്ല. നമ്മൾ കാത്തിരുന്നത് നമ്മളെയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ലെങ്കിൽ അവ വളരെ ചെറുതാണ്. ഒരു സ്ത്രീ അവരുടെ പ്രായം മറച്ചുവെക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ആളാണ് എന്നാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. മനസ്സ് വിങ്ങിപ്പൊട്ടുന്ന പോലെ, ജീവൻ പോകുന്ന വേദന, ആരോടും പറയാൻ പറ്റാത്ത കുറേയേറെ സങ്കടങ്ങൾ, ആർക്കും വേണ്ടാത്ത ഒരു ജീവിതം. സത്യം പറഞ്ഞാൽ ഇതൊക്കെയല്ലേ നമ്മൾ. പിന്നെങ്ങനെ മരണത്തെ സ്നേഹിക്കാതിരിക്കും? നിലച്ചുപോയ ഘടികാരം പോലും ദിവസേന 2 തവണ ശരിയായ സമയം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിയാണ്. എന്നാൽ നിലച്ചുപോയ മനുഷ്യൻ എന്നെങ്കിലും തൻ്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പൂർണ്ണമായും തിരിച്ചു വന്നിട്ടുണ്ടോ? കുട്ടിക്കാലം എന്ന് വെച്ചാൽ സ്വപ്നങ്ങളുടെ ഒരു കലവറയാണ്. ആഗ്രഹിച്ചതൊക്കെ നമ്മളിൽ നിന്ന് അകലുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മളെ കാണുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരു വിലയുമില്ലെന്ന്, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോഴൊക്കെ കാലം ഒരുപാട് മുന്നേ പോയിട്ടുണ്ടാവും. എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. സംഭവിച്ചതെല്ലാം നല്ലതിന് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയാൻ മറന്നുപോയ, അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ചിലരുടെ ജീവിതത്തിൽ തോൽവി ഒരു അവസാനമാണ്. തോൽവി ചിലർ നൽകിയ വിലപ്പെട്ട സമ്മാനമായേക്കാം. ഒരുപക്ഷേ ആ തോൽവിയിൽ അവരുടെ സ്നേഹമുണ്ട് എന്ന് വിശ്വസിച്ച് അത് 2 കൈയും നീട്ടി സ്വീകരിച്ച് സ്വയം നിരാശയിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നടന്നകലേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ചില ജീവിതങ്ങൾ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രചോദനാത്മകമായ കാര്യങ്ങൾ. നിങ്ങൾ തെറ്റുകൾ ഒന്നും വരുത്തുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നിനു വേണ്ടിയും ശ്രമിക്കുന്നില്ല എന്നാണ്. വിമർശനങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ, ഒന്നും പറയാതെ, ഒന്നുമില്ലാതെ ഇരിക്കുക. നിങ്ങൾ മെല്ലെയാണ് പോകുന്നതെങ്കിലും ഒരിക്കലും പുറകോട്ട് നടക്കരുത്. നിങ്ങൾ ശ്രമിക്കാത്ത കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്ന നല്ല കാര്യങ്ങൾ എന്തായാലും അത് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് അത് നേടാനുള്ള ആദ്യത്തെ ചുവട്. മനസ്സിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. കഴിയില്ല എന്ന് തോന്നുമ്പോഴും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവനാണ് വിജയി. ആത്മാർത്ഥമായ ബന്ധങ്ങളിൽ അധികം പ്രകടനങ്ങൾ ഉണ്ടാകില്ല, ആവശ്യങ്ങൾ ഉണ്ടാകില്ല. കള്ളങ്ങളിൽ പൊതിഞ്ഞ മാധുര്യമേറിയ മൊഴികളുണ്ടാകില്ല. ഉണ്ടാകുന്നത് നിഷ്കളങ്കമായ സ്നേഹവും വിശ്വാസവും അതിലൂടെ കിട്ടുന്ന സമാധാനവുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഒരാൾ നിങ്ങളോട് ആയിരിക്കണമെങ്കിൽ ഒന്നുകിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകണം, അല്ലെങ്കിൽ അത് അഭിനയമായിരിക്കണം. നമ്മുടെ പരാജയങ്ങളിൽ, വേദനകളിൽ, തകർച്ചകളിൽ നമ്മോടൊപ്പം നിന്ന മനുഷ്യരെ മറക്കാതിരിക്കുക. അവരെന്നും നിങ്ങൾക്കുള്ളതിനെ വരുന്നവരല്ല, നിങ്ങളെ സ്നേഹിച്ചു വന്നവരാണ്. മധുരമുള്ള വസ്തുക്കളിൽ ഉറുമ്പിരിക്കുന്നത് ആ വസ്തുവിനെ ഉറുമ്പ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, മധുരം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ആ മധുരം കഴിയുമ്പോൾ ഉറുമ്പുകൾ അവിടെ നിന്ന് പോകും. അതുപോലെയാണ് പ്രണയം. നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുവെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്കുക. നിങ്ങളെ കരയിക്കുന്ന സൗഹൃദങ്ങളെ കൈവിട്ടു കളയുക. നിങ്ങൾ ഒന്നുമല്ലെന്ന് ഉരുവിടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരിൽ നിന്ന് തിരിഞ്ഞു നടക്കുക. ശരിയെന്ന് ബോധ്യമുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പിറകെ പോകുക. ഒരു കുഞ്ഞു പുഞ്ചിരിയെങ്കിലും മറ്റുള്ളവർക്ക് സമ്മാനിക്കുക. നിങ്ങളെ സ്വീകരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ കയറിച്ചെല്ലുക. നിങ്ങളെ എല്ലാ കുറവുകളോടുകൂടി ഉൾക്കൊള്ളുന്നവരുടെ കൈകോർത്ത് നിങ്ങൾ നടക്കുക. നിങ്ങൾ എന്നും നിങ്ങളായിരിക്കുക. അത് മാത്രമാണ് നിങ്ങളുടെ ജീവിതം സന്തോഷമാക്കുന്നത്.